മരണശേഷം നമുക്കൊക്കെ എന്താ സംഭവിക്കാന്ന് ആലോചിച്ചിട്ടുണ്ടോ? ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ പതിയെ പതിയെ തിരിഞ്ഞു പോകും. നമ്മുടെ നമ്മൾ കരുതി വെച്ച നമ്മുടെ റൂം, പുസ്തകങ്ങള്, നമ്മുടെ വസ്ത്രങ്ങള് ഇതെല്ലാം ചിലപ്പോൾ വേറെ ആരുടെതെങ്കിലും ഒക്കെ ആവും, അല്ലെങ്കിൽ ഒന്നും ശേഷിക്കാതെ വരും. ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരാണെങ്കിലും കുറെ കാലം സ്റ്റോറി ആയിരിക്കും, നമ്മളെ കുറിച്ച് സംസാരിക്കായിരിക്കും. പതിയെ പതിയെ ഒരു 3-4 മാസത്തില് അവര് നമ്മളെ മറന്നു പോകും. നമ്മളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പലരും പുതിയ ചില ആളുകളെ കണ്ടുപിടിക്കും, അവര് മൂവ് ഓൺ ആവും. വീട്ടില് വളരെ നല്ലൊരു സ്ഥലത്ത്, നല്ല കാഴ്ചയുള്ള ഒരു സ്ഥലത്ത് അവിടെ ഒരു നല്ല ഫോട്ടോ സ്വീറ്റ്. ഇതിനൊന്നും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മരണം ജീവിതത്തിന്റെ അനിവാര്യത തന്നെയാണ്. പക്ഷെ വേറൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? മരിച്ചു കഴിഞ്ഞ് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം മറ്റുള്ളവരുടെ മെമ്മറിയിൽ ജീവിക്കുന്ന നമ്മള്, അല്ലെങ്കിൽ മെമ്മറിയിൽ ജീവിക്കുന്ന ഉറപ്പ് പോലും ഇല്ലാത്ത നമ്മള് ജീവിച്ചിരിക്കുന്ന ഇത്രയും കാലം മറ്റുള്ളവർ എന്ത് പറയും, മറ്റുള്ളവർ എന്ത് പറയുന്ന ആലോചിച്ചിട്ട് നമ്മുടെ ജീവിതം വേസ്റ്റ് ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല. സോ ജീവിതം ഒന്നേ ഉള്ളൂ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മറ്റുള്ളവരെ ആലോചിക്കാതെ സുഖമായിട്ട് ജീവിക്കുക. ഒരു മരണ വീട്ടിൽ നടക്കുന്ന സംസാരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബോഡി വന്നോ, ബോഡി എടുക്കാറായോ, ബോഡി കുളിപ്പിച്ചോ, എപ്പോഴാണ് ബോഡി വെക്കുന്നത്? ഈ രീതിയിൽ മരിച്ചൊരാളുടെ പേര് പോലും സൂചിപ്പിക്കാതെ അയാളെ ബോഡി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ജീവിച്ചിരുന്ന കാലം അത്രയും നമുക്കൊരു പേരുണ്ടായിരുന്നു, ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. മരിച്ചു കഴിയുമ്പോൾ അതുപോലെ ഇല്ലാതാവുന്നുണ്ട് അല്ലെ? അപ്പോൾ ജീവിച്ചിരിക്കുന്ന അത്രയും കാലത്തോളം നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ മാറ്റിവെച്ച് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു വിരുദ്ധതയാണല്ലേ? മരണം ജീവിതത്തിന്റെ അനിവാര്യത തന്നെയാണ്, അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അസ്വാഭാവികമായിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. ജീവിച്ചിരിക്കുന്ന അത്രയും കാലത്തോളം മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് മരിച്ച് ജീവിക്കുന്ന ഒരു കാര്യം. സോ ഇനി ബാക്കിയുള്ളവർ എന്ത് പറയും, അല്ലെങ്കിൽ അവരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്നൊക്കെ പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യുന്നതിൽ ഒരു കാര്യവുമില്ല. മരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വെറും ബോഡികൾ മാത്രമാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കാം.